നഷ്ടമായ ആദ്യ നൈർമല്യത്തിലേക്ക് നമ്മെ വീണ്ടെടുക്കുവാനാണ് ദൈവം ഒരു കുഞ്ഞു പൈതലായി മണ്ണിൽ ജാതനായത്. അടിമത്തവും ദാരിദ്ര്യവും രോഗവും വരുത്തിയ സങ്കടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ വരുമെന്ന് പ്രതീക്ഷ പുലർത്തിയവർക്കുണ്ടായ പുലരിയുടെ ഓർമ്മ പുതുക്കുന്ന ദിനങ്ങളാണ് ഈ ആഗമനകാലം സമ്മാനിക്കുന്നത്. ദുഃഖവും ക്ലേശവും കണ്ണീരും കടബാധ്യതകളും നമ്മെ അസ്വസ്ഥരാക്കുമ്പോൾ പ്രത്യാശയുടെ വാതിലുകൾ നമുക്കായി തുറന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ ക്ഷമയോടെ കാത്തിരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും വ്യക്തിബന്ധങ്ങളിലും നഷ്ടമായി പോകുന്ന സന്തോഷവും പ്രത്യാശയും നന്മയുമൊക്കെ വീണ്ടെടുക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സത്യപ്രകാശമായ രക്ഷകനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ്. വിശ്വാസത്തിന് സാക്ഷ്യം നൽകേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ദൈവവിളിയാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട സ്നാപകൻ മരുഭൂമിയിലെ സ്വരമായി പ്രകാശത്തിന് സാക്ഷ്യാടയാളമായി ക്രിസ്തുവിനു മുമ്പിൽ ശൂന്യവൽക്കരിക്കപ്പെടുന്നു. ധീരതയോടെ സത്യത്തിനും നീതിക്കും സാക്ഷ്യം വഹിച്ച യോഹന്നാനെ പോലെ എന്നും എവിടെയും നാം ക്രിസ്തു ശിഷ്യരാണ് എന്ന അവബോധത്തോടെ നവസുവിശേഷവൽക്കരണം സാഹോദര്യത്തിലൂടെ യാഥാർത്ഥ്യമാകാൻ നാം എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സ്വരം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കണമെന്ന് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗവാസികൾ ഇന്നേ ദിവസം കന്യകയായും രക്തസാക്ഷിയുമായ വിശുദ്ധ ലൂസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മുടെ കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ലൂസി മേരിയുടെ ഫീസ്റ്റിൻ്റെ സുദിനമാണിന്ന്. മദറിനെ നമുക്ക് ഈ ബലിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ മദറിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം. സർവവിധ അനുഗ്രഹങ്ങളും നന്മകളും നൽകി സർവദാ കാത്തുപാലിക്കണമെന്ന് ഈ ബലിയിൽ അപേക്ഷിക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും ബഹുമാനപ്പെട്ട അൽഫോൻസ് അച്ഛൻ്റെയും നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും നാമത്തിൽ നേരുന്നു. കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് ദുർബലകരങ്ങളെയും ബലഹീനമായ ജീവിതങ്ങളെയും ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ സാഹോദര്യത്തിലൂടെ ക്രിസ്തു സ്നേഹം പ്രോജ്വലിപ്പിക്കുവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കണമെന്ന യാചനയോടെ പരിശുദ്ധ ബലിക്കണയാം. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലുള്ള 4-ാം കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിക്കുവിൻ, എന്തെന്നാൽ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ ബലിയർപ്പിക്കുവാൻ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ നല്ല ദൈവത്തിനേറെ പ്രത്യേകിച്ച് ഇന്നേ ദിവസം നന്ദി പറയാം. ഒരു കുടുംബം എന്ന രീതിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസരം അതിന് അനുവദിക്കുന്നില്ല. എങ്കിലും നൽകപ്പെടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുവാൻ കർത്താവായ ദൈവം നമുക്ക് നൽകുമ്പോൾ ആത്മാർത്ഥമായി ദൈവിക സന്നിധിയിലെത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തി തിരികെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആ അനുഭവം ഭവനങ്ങളിലായിരിക്കുന്നവർക്കും അയൽക്കാരുമൊക്കെ പങ്കുവെക്കുവാനായിട്ടുള്ള കൃപയും കരുത്തും നമുക്ക് എല്ലാവർക്കും നൽകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വെളിച്ചത്തിൻ്റെ തിരുനാളാണ് ക്രിസ്തുമസ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത പ്രകാശം കണ്ടു. ഇതാണ് ദൈവവചനം. നമ്മുടെ ജീവിതത്തിന് അന്ധകാരത്തിൽ പ്രകാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് മൂന്നാമത്തെ തിരി നമ്മൾ ആസ്വദിച്ച് കത്തിരിക്കുകയാണ്. തിരി തെളിയിക്കുന്നതിന് വേണ്ടി വിശ്വാസ വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി കൺവീനർമാരെ അൾത്താരയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. സത്യമായി ലോകത്തിൽ അവതരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, അനുദിനം മനുഷ്യ ജീവിതത്തിന് ജീവിക്കുവാനുള്ള പ്രത്യാശ അങ്ങ് പകരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപത്തിൻ്റെ അന്ധകാരം മൂലം തിരികെട്ടുപോയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിത്യപ്രകാശമായി അങ്ങ് കടന്നു വരണമേ. നിരാശയുടെ നിഴൽ വീണ എണ്ണിയാലൊടുങ്ങാത്ത ജീവിതങ്ങൾ തെളിച്ചമുള്ളതാക്കുവാനാണ് അങ്ങ് വെളിച്ചമായ ലോകത്തിലേക്ക് ആഗതനായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങാകുന്ന നിത്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹവെളിച്ചം ജീവിതത്തിൽ പകർത്തുന്ന ഞങ്ങൾ അനേകരുടെ വിശ്വാസ ജീവിതങ്ങൾക്ക് വെളിച്ചമായി പ്രകാശിക്കുവാൻ കൃപയിരണമേ എന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീകമായ മഞ്ഞത്തിരി നമുക്ക് തെളിക്കാം. ഞായറാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഉണ്ണിയേശുവിനെ നമ്മുടെ ഭവനങ്ങളിലേക്കും ഹൃദയമാകുന്ന പുൽക്കൂട്ടിലേക്കും സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നാലാമത്തെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 4 യൂണിറ്റുകളുടെ സാന്നിധ്യമായി നമുക്ക് ഇവരിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പിതാ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഒരുക്കത്തോടെ
കർത്താവിന്റെ തിരുപ്പിറവി ആഘോഷം വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന അങ്ങേ ജനത്തെ കാണുന്ന ദൈവമേ, ഇത്ര മഹത്തായ രക്ഷയുടെ സന്തോഷത്തിൽ എത്തിച്ചേരുവാനും അതിനെ സമൃദ്ധമായ ആരാധനയാലും സവിശേഷമായ ആഹ്ലാദത്താലും എന്നും ആഘോഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും: സഹോദരരെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിൽ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലനവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടി. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷി നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷി നൽകാൻ വന്നവനാണ്. നീ ആരാണെന്ന് ചോദിക്കുവാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവാരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്ന് അവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണ്? അല്ല എന്നവർ മറുപടി പറഞ്ഞു. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. പരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ, ഏലിയായോ, പ്രവാചകനോ? അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്താണ്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന യോർദാന്റെ അക്കരെ ബഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശേഷവചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യപ്പെടുമാറാകട്ടെ. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആഗമനകാലം 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നിത്യപ്രകാശമായ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി മഞ്ഞത്തിരി തെളിച്ച് നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും നമ്മുടെ ഇടവക സമൂഹത്തിലും ക്രിസ്തുവിൻ്റെ പ്രകാശം ജ്വലിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമേ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്. എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമാകാൻ പോകുന്നു ഇങ്ങനത്തെ ഒരവസ്ഥ. കർത്താവ് നൽകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്തി ദിവ്യബലി അർപ്പിക്കുവാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്നിരുന്നാലും നമ്മുടെ ഈ പ്രോട്ടോക്കോള് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. കർത്താവ് നമുക്ക് നൽകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ദൈവനിയോഗം പോലെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ ദേവാലയമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പോലും ഒരു ദേവാലയം ആശ്രയിച്ച് ദൈവം നമുക്ക് നൽകുമ്പോൾ ദൈവം എത്രമാത്രം നമ്മളെ കരുതുന്നു, കാക്കുന്നു, സംരക്ഷിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള വലിയൊരു സന്തോഷ വാർത്ത ആണ് എനിക്ക് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത്. നമ്മുടെ ബാക്കിയുള്ള യൂണിറ്റുകളോടും ചേർത്തിട്ട് വരും ഞായറാഴ്ചകളിൽ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് അവസരം ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ അവസരം നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുകയാണ്. സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള വിശുദ്ധമായ ചിന്തകളാണ്. ഏറെ പ്രത്യേകിച്ച് യേശുവിന് മുന്നോടിയായി കടന്നു വന്ന സ്നാപക യോഹന്നാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ വാക്യം ദൈവം അയച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ്. ദൈവം അയച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ്. നമുക്കറിയാം, പ്രവാചകണത്തിലെ ഏറ്റവും അവസാനത്തെ പഴയ നിയമത്തിലെ പ്രവാചകനും പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രവാചകനുമായിട്ടാണ് സ്നാപക യോഹന്നാനെ കാണുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രവാചകനായിട്ടാണ്. എന്നാൽ ഇന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മളോട് പറയുന്നത് ദൈവം അയച്ച ഒരു മനുഷ്യൻ എന്നാണ്. മനുഷ്യനും പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുവാൻ വേണ്ടി കടന്നു വന്ന, പ്രവാചകനെ പോലെ ശബ്ദിക്കുന്ന, പ്രവാചകനെ പോലെ ഗർജിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണെന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
പ്രവാചക സഭ്യമായി മരുഭൂമിയിലാണ് പ്രഘോഷിക്കുന്നതെന്ന് ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. മരുഭൂമിയിൽ ആരിയ്ക്കുന്നു? മരുഭൂമിയിൽ ആരിയ്ക്കുന്നു? മണൽത്തരികൾ മാത്രമുള്ള മരുഭൂമിയിൽ എന്തിനാണ് സ്നാപക യോഹന്നാൻ പ്രഘോഷിക്കുന്നത്? പ്രിയമുള്ളവരെ, അതൊരു അടയാളമാണ്. മരുഭൂമി എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒരു അടയാളമാണ്. നിർജീവ അവസ്ഥയുടെ ഒരു അടയാളമാണ് മരുഭൂമി. അവിടെ മനുഷ്യനില്ല, ജീവജാലങ്ങളില്ല, മണൽത്തരികൾ മാത്രം, ഉഷ്ണമേറിയ കാറ്റുകൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദമായി വിശുദ്ധ സ്നാപക യോഹന്നാൻ മാറുമ്പോൾ, പ്രിയമുള്ളവരെ, അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതീകമെന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതമാണ്. ഇത്രമാത്രം പ്രവാചകന്മാരെ അയച്ചിട്ട് എന്തുകൊണ്ട് മനുഷ്യർ മാനസാന്തരപ്പെടുന്നില്ല? മരുഭൂമി അനുഭവമാണ്, നിർജീവാവസ്ഥയാണ്. ഇത്രമാത്രം പ്രവാചകന്മാരെ അയച്ചിട്ട് ദൈവിക സന്നിധിയിലേക്ക് എന്തുകൊണ്ട് മനസ്സ് തിരിഞ്ഞ് കടന്നു വരാത്ത മനുഷ്യരായി മാറുന്നു എന്ന ഒരവസ്ഥ മരുഭൂമിയുടെ അവസ്ഥയാണ്. ഇങ്ങനെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി വിശുദ്ധ സ്നാപക യോഹന്നാൻ മാറുന്നു എങ്കിൽ ആ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംജാതമായി നിൽക്കുകയാണ്. മരുഭൂമിയുടെ വഴികളെല്ലാം നേരെയാണോ? മരുഭൂമിയുടെ വഴികളൊന്നും നേരെയല്ല. ഒരറ്റത്തു നിന്ന് യാത്ര തുടങ്ങിയാൽ മറ്റേ അറ്റം വരെ വെറുതെ നടക്കുവാനേ പറ്റത്തുള്ളൂ. അവിടെ വഴിയായിട്ടൊന്നുമില്ല. അവിടെ ആ മരുഭൂമിയുടെ ജീവിതമാകുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ വഴിവെട്ടുവാൻ വേണ്ടി കർത്താവായ ദൈവം അയച്ച മനുഷ്യന്റെ പേരാണ് സ്നാപക യോഹന്നാൻ. കുന്നും മലകളും മാത്രമുള്ള മരുഭൂമിയുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്നു. അവൻ പറയുന്നത് ഇപ്രകാരമാണ്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്: നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാനാണ് ചെയ്തത്, ഞാനാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചതെന്നൊക്കെ പറഞ്ഞു നടക്കാനായിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹവും ജിജ്ഞാസയും ഒക്കെ നമ്മുടെ ഓരോരുത്തരെയും മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. ഇവൻ മനുഷ്യനാണ്, പ്രവാചക ദൗത്യത്തിൽ പങ്കുചേർന്ന സാധാരണപ്പെട്ട മനുഷ്യനാണ്. നമ്മൾ മനുഷ്യരാണ്. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഞാനാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഒരു ആത്മസംതൃപ്തി, അതല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെയാണ് അതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന തീപ്പൊരി പന്തങ്ങളാകുന്ന പ്രവാചക ശബ്ദം, അത് കേട്ട് ധ്യാനിച്ച് ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ച ഓരോ മനുഷ്യനും ചോദിക്കുന്നത് ഇപ്രകാരമാണ്: നീ ക്രിസ്തുവാണോ? അവൻ പറഞ്ഞല്ല. എങ്കിൽ പിന്നെ നീ ആരാണ്? നീ ഏലിയായാണ്. ഏലിയ പ്രവാചകന്റെ ദൗത്യം എന്തായാലും നമുക്കറിയാമല്ലോ. കാലങ്ങളായി ആകാശവും ഭൂമിയും അടച്ച് മഴ പെയ്യിക്കാതിരുന്ന ഒരു പ്രവാചക ദൗത്യത്തിന്റെ പേരാണ് ഏലിയ പ്രവാചകൻ. അവൻ പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രിയമുള്ളവരെ, ഒരു കാലത്ത് ആകാശത്ത് മഴ പെയ്തില്ല, ഇരുട്ടടച്ചു, ഒരു ഇരുണ്ട അവസ്ഥയിലൂടെ കടന്നുപോയി. അങ്ങനെ ഏലിയ പ്രവാചകനാണോ എന്ന് അവൻ ചോദിക്കുമ്പോഴും അതല്ല എന്ന് അവൻ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ പ്രവാചകനാണോ? പ്രവാചകനല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം അയച്ചൊരു മനുഷ്യനാണ്. മനുഷ്യരുടെ ജീവിതത്തിലേക്ക് താതാത്മ്യപ്പെടുവാൻ മനുഷ്യരെ അയക്കുന്ന കർത്താവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പ്രതീകമായി പഴയ നിയമത്തിന്റെ അവസാനത്തെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുന്ന പുതിയ നിയമത്തിന്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേർന്ന ഒരു മനുഷ്യന്റെ പേരാണ് തീർച്ചയായിട്ടും സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാന്റെ മധ്യസ്ഥത്തിലാണ്, പ്രിയമുള്ളവരെ, തിരുവല്ലാരുടെ മക്കളായി നമ്മൾ ആയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിനെന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം മാത്രമാണ് ഞാൻ. സ്നാപക യോഹന്നാന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള അർത്ഥം ഇതാണ്: യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവൻ്റെ ശബ്ദമാണിത്. നമ്മളെല്ലാവരും മരുഭൂമി വാസത്തിലാണ്, മനുഷ്യരാണ്. മരുഭൂമിയുടെ ആഴങ്ങളിൽ ആയിരിക്കുന്ന, പാപാവസ്ഥയിലായിരിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്.
ആ നിർജീവമായ അവസ്ഥയിലേക്ക് സജീവ സാന്നിധ്യമായി ദൈവത്തിൻ്റെ വചനം കൊണ്ടുവരുന്ന സ്നാപക യോഹന്നാനെ തിരിച്ചറിയുവാൻ, ആ വചനം കേൾക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് സ്നാപക യോഹന്നാൻ വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പ്രവാചകനല്ല, ഞാൻ ഏലിയായുമല്ല, പക്ഷേ എൻ്റെ പിന്നാലെ വരുന്ന ഒരുവനുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അതാണ് പ്രിയമുള്ളവരെ അവൻ്റെ ജീവിതത്തിൻ്റെ എളിമ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ ആത്മാർത്ഥമായി പഠിപ്പിക്കുമ്പോഴും അവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ടുള്ളൊരവസരം ആ മനുഷ്യരുടെ ജീവിതത്തിലുള്ളപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞാനല്ല എന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതത്തിൻ്റെ ആത്മാർത്ഥത തെളിയിച്ച വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജീവിതം അവസാനമായി നമ്മളോട് പറയുന്നത് പ്രകാരമാണ്: എൻ്റെ പിന്നാലെയാണ് അവൻ വരുന്നത്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് പോലും അഴിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്നാനപ്പെടുത്തുവാൻ എളിമയോടുകൂടി നിൽക്കുന്ന ആ സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും മാതൃകയാകട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യും. നമുക്ക് എഴുന്നേൽക്കാം, നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവിക സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. സകല ജനപദങ്ങളെയും പരിപാലിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ പ്രകാശധാരയിൽ ജനതകളുടെ ഹൃദയങ്ങളെ കൃപാപൂരിതമാക്കണമേ. അങ്ങേ തിരുസഭയെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും കൊല്ലം രൂപതയെ നന്മയുടെ വെളിച്ചത്തിലേക്ക് കരുത്തോടെ നയിക്കുന്ന അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും മറ്റെല്ലാ അജപാലകരെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. ആഗമനകാലത്തിൻ്റെ അരൂപിയിലും വിശുദ്ധിയിലും ജീവിച്ചുകൊണ്ട് ദൈവജനത്തെ വിശുദ്ധിയിലും അടിയുറച്ച വിശ്വാസത്തിലും നയിക്കുവാനുള്ള വരദാനങ്ങളാൽ ഇവരെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സത്യപ്രകാശമായി കടന്നുവന്ന സ്നേഹനാഥ, ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങൾക്കായി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ഇടവക വികാരി അൽഫോൻസ് അച്ഛനെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ സാന്നിധ്യവും സേവനവും വഴി എല്ലാവർക്കും അങ്ങേ പകർന്നേകുവാൻ ഉതകുന്ന എല്ലാ നല്ല ഉപകരണങ്ങളാക്കി ഇവരെ രൂപാന്തരപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായി
യേശുവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന ഈ ആഗമന കാലത്തിൽ തിന്മയുടെ മാർഗങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ച് ഒരുക്കമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മറിയത്തിന്റെ തൃക്കരങ്ങളിൽ ജന്മം കൊണ്ട യേശുനാഥ, വിസ്മയകരമായ ജ്ഞാനമഹിമയാൽ സമസ്തവും പരിപാലിക്കുന്ന അങ്ങയുടെ മഹിമയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ ലൂസി മേരിയെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുനിമിഷവും അങ്ങേ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കുകയും അങ്ങേ തിരുഹൃദയ തണലിൽ സദാ ചേർത്ത് നിർത്തുകയും ചെയ്യണമേ. സർവകൃപാവരങ്ങളും നൽകി അനുദിനം കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ ഉറവിടമായ ദൈവമേ, മരണത്തെയോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാൻ തയ്യാറാകാതെ ജീവിക്കുന്നവർക്ക് മരണത്തെ പറ്റിയുള്ള സജീവ ചിന്ത വഴി അനുതാപവും മരണം മൂലം ഞങ്ങളിൽ നിന്ന് അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാ ആത്മാക്കൾക്കും നിത്യസൗഭാഗ്യവും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരുമിച്ച് കൂടുന്ന സഹോദരരുടെ സന്തോഷത്തിൻ്റെ പ്രതീകമായി നമ്മൾ മാറുകയാണ്. കർത്താവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്കൊരു നിമിഷം മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
സഹോദരരെ, നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രബലമാവിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധന ബലി നിർവിഘ്നം അങ്ങേ കർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ദൈവത്തെ ഞങ്ങൾ
കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോളാഞ്ചണി മെത്രാനോടും വൈദിക ഗണത്തോടും സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചു. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ എളിമയും ജീവിത ശൈലിയും സ്വായത്തമാക്കിക്കൊണ്ട് ദൈവിക സന്നദ്ധിയിലേക്ക് വചനം വഴി ദൈവത്തിൻ്റെ മക്കളെയാക്കി കൊടുക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃപ്പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങേ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം.
ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനുള്ള സമയമാണ്. ആൾത്താരയുടെ മുമ്പിലേക്ക് തന്നെ എല്ലാവരും വരിക. ഇരു വരിയായിട്ട് വരുമ്പോൾ സാമൂഹിക അകലം പാലിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ്ക് ധരിച്ചിട്ട് വേണം വരിയിൽ കയറുവാനെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്വീകരിക്കുന്ന സമയത്ത് ഇടത് കരം നല്ല രീതിയിൽ കൈപ്പത്തി കാണിച്ച് വേണം ഇടത് കരത്തിലേക്ക് ദിവ്യകാരുണ്യം സ്വീകരിച്ച് വലത് കരം കൊണ്ട് നാവിലേക്ക് സ്വീകരിക്കുവാനെന്ന് പ്രത്യേകം അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക.
സ്നേഹമുള്ളവരെ, വളരെ സന്തോഷ ദിവസമാണ് നമുക്കിന്ന്. കുറഞ്ഞ പക്ഷം ഒരു 4 യൂണിറ്റ് കുടുംബാംഗങ്ങളെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ദിവ്യബലി അർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചത്. ഇനി നമ്മുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബലിയർപ്പിക്കുവാനായിട്ട് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ എനിക്ക് തോന്നുന്നു ഇലക്ഷനും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും സർക്കാർ കോവിഡാനന്തര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ നിയന്ത്രണം ഏർപ്പെടുത്താനായിട്ടാണ് സാധ്യതയുള്ളത്. എന്നിരുന്നാലും നമുക്ക് നൽകപ്പെടുന്ന ഓരോ അവസരങ്ങളും ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴും നിലവിലുള്ള റൂളെന്ന് പറയുന്നത് 60-ഉം 65 വയസ്സിന് മേലോട്ടുള്ള പ്രായമുള്ളവർക്കും അതുപോലെ 10 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾക്കും എങ്ങും പൊതുസ്ഥലത്ത് പോകാനായിട്ടുള്ള സാഹചര്യം ഇപ്പോഴും നിലവിലില്ല. എന്നിട്ട് നമ്മളതെല്ലാം കണ്ണുകൾ അടച്ചുകൊണ്ട് തീർച്ചയായിട്ടും ദൈവസ്നേഹത്തെ പ്രതിയിട്ടാണ് എങ്കിൽ പോലും അതിനെ നമ്മൾ കൈമുതലാക്കാതെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സാഹചര്യം ഒരുക്കി തരികയാണ്. നമുക്കറിയാം, എല്ലാവർക്കും ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിൽ വരുവാനായിട്ട് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യമാണ് അതിന് മുതലാത്തത്. ഇന്നലെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇടപെട്ട ഒരു കാര്യം, നമ്മുടെ KMML കുറച്ച് പേർക്ക് കൊറോണ പിടിപെട്ടു. അതുകൊണ്ട് കുറച്ച് ഭാഗം ഈ KMMLൻ്റെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനും അതുപോലെ ബാക്കിയുള്ള ഇലക്ഷനും ഒക്കെ നടക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില നിയന്ത്രണം ഇല്ലാതെ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഇലക്ഷനും റിസൾട്ടും വന്നതിന് ശേഷം അറിയാൻ പറ്റും ബാക്കിയുള്ള നിയന്ത്രണം എന്താണെന്ന്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ മുന്നോട്ട് പോവുക. നമുക്കറിയാം, നമ്മുടെ വലിയൊരു ദിവസമാണ് നമുക്ക് മുമ്പിൽ ഉള്ളത്, ഉണ്ണിയേശുവിൻ്റെ തിരുനാൾ. ആ തിരുനാൾ നമ്മളെല്ലാവരും വന്നു ചേരണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്താണോ ഈ സർക്കാർ പറയുന്നതിനനുസരിച്ച് നമുക്ക് കർമ്മപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. മിഷൻ ഞായറാഴ്ചയുടെ കവറുകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കാണും. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും കഴിവിൻ്റെ പരമാവധി നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകിയ കവറുകൾ എത്രയും വേഗം തന്നെ പള്ളിയിൽ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രായം ചെന്നവർ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്കിപ്പോൾ നല്ലൊരു ദേവാലയം ലഭ്യമായിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇരിക്കുവാനായിട്ടുള്ള ഒരിടം ഒരു പക്ഷേ കസേരകളിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ബെഞ്ചിൻ്റെ നമുക്കറിയാം ഒത്തിരിയേറെ പള്ളികളിൽ ഇപ്പോൾ ബെഞ്ച് ആക്കിയിരിക്കുകയാണ്. ബെഞ്ചിൻ്റെ ഒരു ക്രമം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ നടുക്കത്തെ വാതിലിന് പുറകിലോട്ടുള്ള ഭാഗം വരെ, അതായത് മുമ്പിൽ നിന്ന് നടുക്കത്തെ വാതിൽ വരെയുള്ള ഭാഗങ്ങളിൽ ഒരു 40 ബെഞ്ച് കിടക്കാനുള്ള മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ബെഞ്ചിന് 8,500 രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. 2-3 പേരെടുത്ത് അന്വേഷിച്ചായിരുന്നു. അതിൻ്റെ ലോ കോസ്റ്റും നല്ല തടിയും ഉപയോഗിച്ച് നമുക്ക് എത്രയും വേഗം അത് ചെയ്തു തീർക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രായം ചെന്നവർക്ക് അതിനകത്തിരിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ ഇന്നലെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു കൺഫർമേഷൻ ഉണ്ടായത്. അങ്ങനെ 1-2 പേരെ വിളിച്ചു. ഏകദേശം ഒരു 10-20 ബെഞ്ച് സ്പോൺസറായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു ബെഞ്ചിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നമുക്കറിയാം, മുട്ടുകുത്തി ഉൾപ്പെടെ ആ ബെഞ്ചിനകത്തുണ്ടാകും. മുട്ടുകുത്തിയും അതേപോലെ നിങ്ങൾ കൊണ്ടുവരുന്ന കൊന്തയോ അല്ലെങ്കിൽ പേഴ്സോ ബാക്കി എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള സാഹചര്യം പോലും ആ മുട്ടുകുത്തിയിൽ ഉൾപ്പെടുന്ന ഒരു ബോക്സ് പോലുണ്ടാകും. അതുപോലെ തന്നെ ബെഞ്ചും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് 8,500 രൂപയാണ് ഒരു ബെഞ്ചിൻ്റെ അളവ്. നമുക്കറിയാം, ഈ ഒരു ഭാഗത്ത് നടുക്ക് വഴി ഉണ്ടാകും, ഇവിടെ അതിനകത്ത് നടുക്ക് വഴി ഉണ്ടാകും. 2 ബെഞ്ചുകളാണ്. അങ്ങനെ 40 ബെഞ്ച് 2 സൈഡായിട്ടും ഉണ്ടാകും. ഒരു ബെഞ്ചിന് 8,500 രൂപയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സംഭാവനയായിട്ട് പള്ളി കൊടുക്കണം. പള്ളിയായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്, അത് വ്യക്തിപരമായിട്ടല്ല. കാരണം ഒരേ രീതിയിൽ ഒരു ക്രമത്തിൽ നമുക്ക് ബെഞ്ച് ഇടുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആഗ്രഹമുള്ളവരും സാമ്പത്തിക സഹായം ഉള്ളവരുമൊക്കെ ദയവ് ചെയ്ത് എത്രയും വേഗം നമുക്ക് ഈ സഹായം നൽകണമെന്ന് അറിയിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും സഹായ സഹകരണം പ്രത്യേകം പ്രതീക്ഷിക്കുകയും അപേക്ഷിക്കുകയുമാണ്. നമുക്കിന്നറിയാം, നമ്മുടെ മദർ സുപ്പീരിയറിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. വലിയൊരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഭവനം ദേവാലയം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓരോ പ്രാവശ്യവും നിങ്ങൾ ഒരുമിച്ച് വണ്ടിയിലായാലും നടവഴിയായാലും
ഒക്കെ വിളിച്ചു കൊണ്ടുപോയി പിരിവുകൾക്ക് നിങ്ങളെ മുൻനിർത്തി നമ്മുടേതാണ്, നമ്മുടെ ദേവാലയമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുവാനായിട്ടുള്ള വലിയൊരു പ്രചോദനം നൽകിയത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. അതിൽ നമ്മുടെ സുപ്പീരിയറായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ലൂസി മേരിയാണ്. ഇത് അന്നത്തെ ദിവസം കൊടുക്കേണ്ടതായിരുന്നു. ഇന്ന് തിരുനാളായതുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ലൂസി മേരി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ദയവ് ചെയ്ത് നടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ആൾക്കാരുടെ മുമ്പിലേക്ക് വരണം. നടന്നു വരാൻ സാധ്യതയുള്ള, നടക്കാൻ സാധ്യതയുള്ള എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വന്ന് ഞങ്ങളുടെ ഈ നന്ദിയുടെ പ്രകാശം നന്ദിയുടെ പ്രകാശം ഈ ദേവാലയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ അക്ഷീണമായ പ്രവർത്തനവും മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ലൂസി മേരി സിസ്റ്ററിന് ഈ മെമൻറ്റോ ദൈവാനുഗ്രഹത്തിൻ്റെ പേരിൽ കൈമാറുകയാണ്. നിങ്ങളെല്ലാവരും കരങ്ങളടിച്ച് പ്രോത്സാഹിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളൊക്കെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളുടെ ദിവ്യമായ പോഷണത്തിന് ആസന്നമാകുന്ന തിരുനാൾ നൽകുവാനാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഓൺലൈൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച്. മാസ്ക് ഇല്ലാത്തവരുണ്ട് ഇതിനുണ്ട്. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാര്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.